ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വേറൊന്നുമല്ല, കുറച്ച് കപ്പ ഇവിടുന്ന് പുഴുങ്ങിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പറ്റിയ ഒരു ഐറ്റം നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ ഈ കപ്പയ്ക്ക് പറ്റിയ ഒരു മത്തിപ്പീരയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ മത്തിയൊക്കെ പീര വെച്ച്. അപ്പോൾ കപ്പയുടെ കൂടെ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. കൂടാതെ കുറച്ച് തൈര് ചമ്മന്തി വെട്ടി കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഈ മത്തി നമുക്കൊന്ന് മുറിച്ചിങ്ങനെ ഇതേപോലെ, ഇതിപ്പോൾ ഒരു 10-12 മത്തി ഉണ്ട് കേട്ടോ. രണ്ടായിട്ടൊന്ന് മുറിച്ചു വെക്കും. അപ്പോൾ ഈ മത്തിയെല്ലാം നമ്മൾ രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൊടുത്ത് കഴിക്കണ്ടല്ലേ. അപ്പോൾ അതെ, മീനെല്ലാം ഒന്നുകൂടെ അത് മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് എടുക്കാം. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം മീൻപീര വെക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അല്ലേ, ഇഞ്ചിയും അതുപോലെ പച്ചമുളക്, ഉള്ളി, തേങ്ങ ഇതൊക്കെയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഇങ്ങോട്ട് എടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചാണെങ്കിൽ പൊടിച്ചെടുക്കുന്നത്. നമുക്കൊരു 7-8 പച്ചമുളക്, അതായത് ആ എരിവിനാവശ്യമുള്ള പച്ചമുളക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കൊച്ചുള്ളി, ഒരു പിടി കൊച്ചുള്ളിയുടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യമേ നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം തോന്നും, എന്തിനാ ഇത് വെച്ച് മിക്സിയുടെ ജാറിനകത്ത് വെച്ചൊന്ന് കറക്കരുത്. കറണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് മീൻപീരയ്ക്ക് ആവശ്യമുള്ള തേങ്ങാപ്പീര കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിലുള്ള തേങ്ങാപ്പീര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് എടുക്കുക. അടുത്ത വേണ്ട ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി അതും ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് ആ ചട്ടിക്കകത്തോട്ട് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. ഈ ജാറിനകത്തോട്ട് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതോടെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് മീൻ ആവശ്യമുള്ള കുടംപുളി ഇതുപോലെ വെള്ളത്തിൻ്റെ അകത്തിട്ട് കുന്നതിന് ശേഷം ആ പുളിയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പുളി ആവശ്യത്തിന് ചേർക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പുളിക്ക് ഒരു മാങ്ങ വേണ്ടത് ചേർക്കാം. ഇനി നമുക്ക് ഈ മീൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. മത്തി ആയതുകൊണ്ട് നമുക്ക് ഒരല്പം കുരുമുളക് ഒന്ന് ചതച്ച് ഇതേപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയല്ല, ജസ്റ്റ് ഒന്ന് കല്ല് വെച്ചൊന്ന് ഇടിച്ച് പൊടിച്ചാണ് ആ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ലാസ്റ്റ് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. കാരണം അതൊക്കെ കറക്റ്റ് ഉണ്ടെങ്കിൽ ആ മീൻ, ഏത് മീനായാലും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. 2 തണ്ട് കറിവേപ്പില അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചതിന് ശേഷം ഇത് നേരെ അടുപ്പത്തോട്ട് വെക്കാം. മീൻപീര വെക്കാൻ പലർക്കും അറിയാം കേട്ടോ. അറിയാൻ പറ്റാത്ത ഐറ്റമൊന്നുമല്ല, മിക്ക ആൾക്കാർക്കും അറിയാം. അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് മൂടി വെക്കാം. നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കുന്നതിൻ്റെ മണം ഉണ്ടല്ലോ, ഒരു രക്ഷമില്ല. ഒതിപ്പിക്കുന്ന ടേസ്റ്റാണ്. നമുക്കറിയാമല്ലോ മീൻ തിളയ്ക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു മണം ഇപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് നല്ലപോലെ തിളയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ നമ്മുടെ പാകത്തിനുള്ളതുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒന്ന് കറക്കി, ഇതേപോലെ ഒന്ന് കറക്കി ഒന്നുകൂടെ നടപ്പത്ത് വെക്കണം. എന്താണെന്നറിയോ, നമ്മൾ പറഞ്ഞില്ലേ നല്ല തോര വറ്റിച്ചെടുക്കാമല്ലോ, അതേപോലെ നല്ല തോര വറ്റിച്ചെടുക്കണം. ഒരല്പസമയം കൂടെ കഴിഞ്ഞതിന് ശേഷം വേണം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഒരുപാട് വേണ്ട, ഒന്ന് വട്ടം കറക്കി
ഇതേപോലെ. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തോര വറ്റിച്ചെടുക്കണമെങ്കിൽ അല്പസമയം കിട്ടുന്നാൽ മതി. അതല്ല ഒരല്പ ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തോര ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരുപാട് സമയം അടുപ്പത്തിരുന്നാൽ അത് അടിക്ക് പിടിക്കും. അതുകൊണ്ട് നല്ലപോലെ വറ്റി വരുമ്പോഴത്തേക്കും അടുപ്പങ്ങ് നിർത്താം. നമുക്കറിയാമല്ലോ ഈ മത്തിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയ ശേഷം ഞാൻ അടുപ്പത്തൊന്ന് മാറ്റാണ്. അപ്പോൾ മത്തിപ്പീരയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. അത് വിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ചമ്മന്തി. നമ്മൾ മീൻ എടുത്തതിൻ്റെ ബാക്കിയാണ്. കുറച്ച് ഉള്ളിയും ഒരു 4-5 പച്ചമുളക്, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി അതുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. എന്തിനാണെന്നറിയോ? കപ്പയ്ക്കുള്ള ഐറ്റമാണ്. നമ്മൾ നേരത്തെ മീൻ കറക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇത് അതേപോലെ ഒന്ന് റെഡിയാക്കിയത്. അപ്പോൾ നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇഞ്ചി ചേർക്കാതെ ഉള്ളി പച്ചമുളകും മാത്രം ഇട്ട് ഇത്തിരി പുളിയും കൂടെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇത് നമ്മൾ തൈരിൻ്റെ അകത്തിട്ട് റെഡിയാക്കുന്നതേ ഉള്ളൂ. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പുറത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കപ്പയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല നല്ല രുചികരമായ ഒരു ഐറ്റമാണിത്. എന്താ പറയുക, നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം. ഇപ്പം ചമ്മന്തി റെഡി ആയതിന് ശേഷം നമുക്ക് രണ്ടൊന്ന് കപ്പയും കൂടെ കൂട്ടും. മലയാളികളുടെ പ്രിയപ്പെട്ട ഐറ്റമാണ് കപ്പ എന്ന് പറയുന്നത് അല്ലേ. മത്തിപ്പീര്. ഇനി നമുക്ക് ഇത്തിരി ചമ്മന്തി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി തൈര് ചമ്മന്തി, മീൻപീര് അല്ലേ, കപ്പയും മീനും റെഡിയാക്കിയ ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കഴിക്കാം അല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് അല്ലേ. അതിൻ്റെ മലയാളികൾ എവിടെ ഉണ്ടായാലും ശരി കപ്പ കിട്ടുകയാണെങ്കിൽ അവർ വിടത്തില്ല, അവർ പിടിക്കും. കപ്പയും മീനും അല്ലേ, നല്ല കോമ്പിനേഷൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.